നമസ്കാരം. കർണാടകയിലെ ബംഗളൂരുവിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് മൈസൂർ വഴി ചാമരാജ നഗർ എന്ന സ്ഥലത്തേക്ക് ട്രെയിനിൽ ഒരു യാത്ര പോവുകയാണ്. ഈ ചാമരാജ നഗർ എന്ന് പറയുന്നത് കേരളത്തോട് അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ഒരു ജില്ലയാണ്. ഇതൊരു എൻഡ് സ്റ്റേഷനാണ്, അതായത് നമ്മുടെ നിലമ്പൂർ റോഡൊക്കെ പോലുള്ള ഒരു കിടിലൻ സ്റ്റേഷനാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുന്ന് നേരെ മൈസൂരിലേക്കാണ്. രാവിലെ 7:55 KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഞങ്ങളുള്ളത്. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ തന്നെയാണ്. ഇപ്പം മൈസൂരിലേക്ക് പോകാൻ രാവിലെ 8 മണിക്ക് ഗോൾഡ് കോമ്പസ് എക്സ്പ്രസ് ഉണ്ട്. അത് ഓൾറെഡി 10ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ തന്നെ ബാസവ എക്സ്പ്രസ്സും ഉണ്ട്. അപ്പോൾ ആദ്യം വന്നിട്ടുള്ള ഈ ഒരു ഗോൾഡ് കോമ്പസ് എക്സ്പ്രസ്സിന് തന്നെ നമുക്ക് മാക്സിമം പോകാൻ നോക്കാം. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു. ഗോൾഡ് കോമ്പസ് ഇവിടെ 7:20 എത്തേണ്ടത്. കുറച്ച് ഡിലേ ആണ്. ഇത് 10ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ആകെ 10 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇവിടെ കാണുന്ന ഈ ട്രെയിനില്ലേ, ഇത് സാംഗ്ലിയിൽ നിന്ന് KSR ബംഗളൂരിലേക്ക് വന്ന റാണി ചെന്നമ്മ എക്സ്പ്രസ് ആണ്. ഇത് തന്നെയാണ് KSR ബംഗളൂരു ബെലഗാവി സൂപ്പർ ഫാസ്റ്റും. വണ്ടി ഇപ്പോൾ യശ്വന്ത്പൂർ കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ കാർവാറിൽ നിന്നും ഈ ട്രെയിനിൽ ഇവിടെ രാവിലെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പഞ്ചഗംഗ എക്സ്പ്രസ്. ഇതിന് വൈകുന്നേരം 6:50 തിരിച്ച് കാർവാറിലേക്ക്. കൃഷ്ണരാജപുരത്തിന്റെ WDP 4D. ഈ ഡീസലിലൊക്കെ ഒരു ശബ്ദം കേൾക്കാൻ നല്ല രസമാണ്. കാർവാർ മുതൽ ഈ ഒരു WDP 4D തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പഞ്ചഗംഗക്ക് കൂടുതലും ഡീസൽ ലോക്കോ തന്നെയാണ്. എട്ട് 20 1 മണിക്കൂർ വൈകിയാണ് ട്രെയിൻ വരുന്നത്. മഹാരാഷ്ട്രയിലെ പന്തർപൂരിൽ നിന്നാണ് കേട്ടോ ഈ ട്രെയിൻ വരുന്നത്. WB7 ആണ്. നല്ല തിരക്കാണ് ഇവിടുന്ന് കയറാൻ. അൺറിസർവ്ഡ് എന്തായാലും ഇവിടെ നല്ല ആൾക്കാർ ഇറങ്ങാനുണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. 8:32 ബംഗളൂരിൽ നിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. അൺറിസർവ്ഡിൽ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടെ ഇതാ ബസവ എക്സ്പ്രസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതിൽ ആദ്യം പോകുന്ന വണ്ടിക്ക് തന്നെ കയറി പോവാലോ. ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു സിറ്റി ജംഗ്ഷൻ. 137 കിലോമീറ്റർ ആണ് യാത്ര ചെയ്യാനുള്ളത്. SBC എന്നാണ് സ്റ്റേഷന്റെ കോഡ്. ബാംഗ്ലൂരിൽ രാവിലെ തന്നെ നല്ല തണുപ്പാണ്. ബംഗളൂരു മൈസൂർ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനായ മണ്ടി. ഇവിടത്തേക്ക് മറ്റൊരു വണ്ടി വരുന്നത് കാണാം. ഒരു തിരക്കേറിയ സ്റ്റേഷൻ തന്നെയാണിത്. പത്ത് 20 ഇപ്പോൾ. ചാമരാജ് നഗർ നമുക്കൊരു പാസഞ്ചറാണ്. കാവേരി നദിയാണിത്. കാവേരി നദിയിലൊക്കെ വെള്ളം വളരെയധികം കുറവാണ്. കർണാടകയിലെ തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഇത് ഉത്ഭവിക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. വീഡിയോ ഒക്കെ പകർത്തിയാണ്. നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ എത്തുന്നത് ശ്രീരംഗപട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇതൊരു ദ്വീപാണ്. ഇതാണ് ശ്രീരംഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ. നല്ലൊരു വളവാണ്.
മൈസൂർ എത്താനായി, കുറച്ചുണ്ട്. വരുന്ന വഴിയിൽ മഴയുണ്ടായിരുന്നു കേട്ടോ. ഇത് മഴക്കാറ് തന്നെയാണ്. മഴക്ക് പുറമെ തന്നെ ശക്തമായ കാറ്റാണ്. അങ്ങനെ മൈസൂരുവിലെത്തി. ബംഗളൂരുവിൽ നിന്നും 137 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മൈസൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 11:12 ഇപ്പോൾ. ചെറിയൊരു വളവുള്ള ഒരു പ്ലാറ്റ്ഫോം ഏരിയ ആണിത്. ഇത് 5ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇത് മൈസൂരു തൂത്തുക്കുടി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൽ ഞങ്ങൾക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 70 രൂപയാണ്. ഗോൾ ഗംബസ് എന്ന പേര് ഈ ട്രെയിനിൽ വരാൻ കാരണം വിജയപുരയിലുള്ള ഒരു ശവകുടീരമാണത്. ഞങ്ങൾ അതൊക്കെ പോയി വീഡിയോക്ക് ചിത്രീകരിച്ചാണ്. നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ്. ഈ ട്രെയിൻ വരുന്ന റൂട്ട് പറയുകയാണെങ്കിൽ സോളാപൂര്, വിജയപുര, ബദാമി, ഹുബ്ബള്ളി വഴിയാണ്. ഇതിന്റെ റേക്ക് ഷെയറിംഗ് ഉള്ളത് ഹുബ്ബള്ളിയിലേക്ക് പോകുന്ന ഹംപി എക്സ്പ്രസ് ആണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം ഈ വണ്ടി ഹംപി എക്സ്പ്രസ് ആയിട്ടാണ് ഇവിടുന്ന് പോവുക. ഇനി നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. രാവിലെ ബംഗളൂരു നിന്ന് കഴിച്ചില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. നേരെ അങ്ങോട്ട് പോവാം. നടന്നു പോകുന്ന ഇവിടെ തന്നെ ഒരുപാട് പെയിന്റിങ്സ് ഉണ്ട്. മൈസൂർ പാലസിന്റെ ഒരു പെയിന്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ 2 ഭാഗത്തും നല്ല കിടിലനായിട്ട് ഇവര് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ഇനിയിപ്പോൾ ഇത് നേരെ പോകുന്നത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്കാണ്. മൈസൂരു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയുടെ റിട്ടയറിംഗ് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ഫുഡ് കോർട്ടിലെ ഞങ്ങൾ ഇവിടുന്ന് ഇഡ്ഡലി വടയാണ് കഴിക്കുന്നത്. ഇഡ്ഡലിന്റെ വലിപ്പം കണ്ട 2 ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ വടയുണ്ട്. പിന്നെ ഇതില്ലേ, ഇത് മധൂർ വടയാണ് കേട്ടാ. ഇതിന് ഒരെണ്ണത്തിന് മാത്രം 20 രൂപയാണ്. ചാമറാജ നഗറിലേക്ക് ട്രെയിൻ ഉള്ളത് രാവിലെ 11:50 ഇപ്പൊ 11:40. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളു വണ്ടി പുറപ്പെടാൻ. 6ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി ഇന്ന് പുറപ്പെടുന്നത്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നിലവിൽ ഇപ്പൊ ഇവിടെ നല്ല മഴയാണ്. പിന്നെ അവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഈ ഭാഗത്താണ് ഓട്ടോ സ്റ്റാൻഡ്. 6ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വന്നു. 11:45 ഇവിടുന്ന് ഇപ്പോൾ ലോക്കോ തന്നെ കപ്പിൾ ചെയ്യുന്നത്. WP7 ആണ് ചാമറാജനഗർ വരെയുള്ള ലോക്കോമോട്ടീവ്. ഇതിപ്പോൾ ചാമറാജനഗറിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ കൃഷ്ണരാജപുരത്തിൻ്റെ WP7 ആണിത്. ഇന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ ഒരു ബോർഡ് ഇവിടെയുണ്ട്. മൈസൂരു ജംഗ്ഷൻ ചാമറാജനഗർ. പാസഞ്ചറിന്റെ നമ്പർ 56-204 ഇത് ചാമറാജനഗറിൽ എത്തിയതിനു ശേഷം അവിടുന്ന് തിരുപ്പതി എക്സ്പ്രസ് ആയിട്ടാണ് പോവുക. അതിന്റെ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ തിരുപ്പതിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള മറ്റൊരു വണ്ടി. അപ്പോൾ 3 വണ്ടികളായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള ഒരു വണ്ടിയാണിത്. ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ നമുക്കിതിന്റെ അൺറിസർവ്ഡിലും സ്ലീപ്പർ ക്ലാസ്സിലും കയറാം. AC മുഴുവനും ലോക്കായിരിക്കും. ഞങ്ങൾ കുറച്ച് പുറകിലായിട്ടുള്ള ഒരു കോച്ചിലാണ് കയറിയത്. പിന്നെ മഴക്കാലമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിൻഡോന്റെ ഭാഗത്തൊക്കെ വെള്ളം കയറി വരുന്നുണ്ട്. അകത്ത് മുഴുവനും വെള്ളം തന്നെയാണ്. ഞങ്ങൾ അവസാനമായിട്ട് ചാമറാജനഗർ പോയിട്ട് ഏകദേശം 2 വർഷത്തിന്റെ അടുത്തായി. 2024 സെപ്റ്റംബർ മാസത്തിലാണ് പോയത്. ഈ ട്രെയിനിൽ ചാമറാജനഗറിലേക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. 11:50 പുറപ്പെടേണ്ട ട്രെയിൻ 10 മിനിറ്റ് വൈകി 12 മണിക്കാണ് പുറപ്പെട്ടത്. ഈ ലോക്കോ കപ്പിൾ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയല്ലോ, അത് തന്നെയാണ്. ഈ ട്രെയിൻ കൂടുതൽ ഈ പ്ലാറ്റ്ഫോം തന്നെയാണ് പുറപ്പെടുക. വേറൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ അന്ന് വന്ന സമയത്ത് ഇലക്ട്രിഫിക്കേഷൻ, അതായത് ഈ ഒരു WP7 ഒന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, WDP4D ആയിരുന്നു. ആ ഒരു ഡീസൽ യുഗമൊക്കെ ഏകദേശം അവസാനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണിത്. ആ കാണുന്ന വണ്ടിയില്ലേ, അത് തിരുവനന്തപുരം നോർത്ത് മൈസൂരു എക്സ്പ്രസ് ആണ്. അതിപ്പോൾ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകും. MYS എന്നാണ് സ്റ്റേഷന്റെ കോഡ്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഈ റൂട്ട് വൈദ്യുതീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഡീസൽ ലോക്കോമോട്ടീവുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.
ഇതിപ്പോൾ ഈ അടുത്തങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആയത്. പക്ഷെ അന്ന് ഈ കുറ്റികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഇപ്പോൾ ചാമറാജപുരം എന്നൊരു സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടായത്. ഇത് ഇവിടെ ഒരു ലെവൽ ക്രോസിംഗ് ഉണ്ട്, കറക്റ്റ് നടുഭാഗത്ത് തന്നെ. ഇങ്ങനെ ലെവൽ ക്രോസിംഗ് ഉള്ള ഒരുപാട് സ്റ്റേഷനുകളുണ്ട് ഇന്ത്യയിൽ. വലിയൊരു മരമൊക്കെ ഉണ്ട് ഇവിടെ. മഴ പെയ്ത് പോയതിന് ശേഷം യാത്ര ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഓൾറെഡി നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ അശോകപുരം സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. മൈസൂരിലേക്കുള്ള കുറേ ട്രെയിനുകൾ ഇപ്പം ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മൈസൂരുവിൻ്റെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ് അശോകപുരം. നമ്മൾ മുമ്പൊരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, മൈസൂരു MGR ചെന്നൈ സെൻട്രൽ കാവേരി എക്സ്പ്രസ്. അതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. 12:15 അങ്ങനെ ഇതാ അശോകപുരത്ത് നിന്ന് ട്രെയിൻ എടുത്തു. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ ഇപ്പോൾ കേൾക്കുന്ന അനൗൺസ്മെന്റ് ചാമറാജനഗർ മൈസൂരു വണ്ടിയുടെയാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ നിന്ന് കാണും മിക്കവാറും നമ്മൾ. ട്രെയിൻ വഴി പോകുമ്പോൾ തന്നെ മൈസൂരു എയർപോർട്ട് കാണാം കേട്ടോ. ഇതാണ് എയർപോർട്ട്. അശോകപുരം കഴിഞ്ഞ ഉടനെ തന്നെയാണ് എയർപോർട്ട്. വലിയൊരു വ്യൂ ഒന്നും അധികം കിട്ടില്ല കേട്ടോ. ഇത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ അതൊക്കെ ഉള്ളത്. പന്ത്രണ്ട് 27 ട്രെയിൻ ഇപ്പോൾ കടക്കോള എന്നൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്ന് കയറാനൊന്നും ആൾക്കാരേ ഇല്ല കേട്ടോ. ചെറിയൊരു സ്റ്റേഷനാണിത്. ഈ റൂട്ടിലത്തെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ വരുന്നത് നഞ്ചൻകൂട് തന്നെയാണ്. കൂടാതെ തന്നെ ഇത് ഗ്രാമീണ പ്രദേശം വഴിയാണല്ലോ കടന്നു പോകുന്നത്, അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ തിരക്ക് കുറച്ച് കുറവ്. താണ്ഡവപുര സ്റ്റേഷനൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് എല്ലാം വരുന്നത്. സ്റ്റേഷൻ്റെ ഒരു പ്രധാന ഭാഗം ഇതാ ഇവിടെയാണ്. പിന്നെ ഇവിടെ തന്നെ ഇതാ ഒരു മരമൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു നദി. ഈ ഭാഗത്ത് കൂടുതലും തെങ്ങുകളാണ്. നല്ലൊരു വളവാണ്. അടുത്തൊരു സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി. സുജാതപുരം ഹോൾട്ട് എന്നാണ് പേര്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇവിടെയല്ല, ഈ വളവിലെ വണ്ടി നിർത്തിയ. സുജാതപുരം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്നൊരു കാഴ്ചയാണ്. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് റോഡും കടന്നു പോകുന്നത്. അതായത് മൈസൂര് നഞ്ചൻകൂട്. നമ്മൾ മൈസൂർ ഭാഗത്തുനിന്ന് വയനാട് ഭാഗത്തേക്കുള്ള ഒരു വഴിയില്ലേ, അത് തന്നെയാണിത്. ഇവിടുന്ന് മൈസൂരിലേക്ക് 21 കിലോമീറ്റർ. ഞങ്ങൾ ഇതിലൂടെ ഒരുപാട് തവണ ഞങ്ങളുടെ സ്കൂട്ടർ എടുത്ത് പോയിട്ടുണ്ട്. ഒരു കർണാടക RTC കണ്ടു. ട്രെയിനിപ്പോൾ നഞ്ചൻകൂട് ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നഞ്ചൻകൂട് ഒരു പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ ഇതാ ഇവിടെ മുതൽ തന്നെ തുടങ്ങി. ഇത് തമിഴ്നാട് വണ്ടിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഊട്ടി ഭാഗത്തു നിന്ന് വരുന്ന വണ്ടിയാകാം. റോഡ് അങ്ങ് അതുവഴിയാണേ പോകുന്നത്.
പിന്നെ ഇവിടെയൊക്കെ കൃഷിയാണ്. ഒരു ട്രാക്ടറിനെയൊക്കെ കാണാം. ഇത് കാണാൻ നല്ല രസമാണ്. ഇതിങ്ങിതാ ഇവിടെ വരെ കാണാം. നഞ്ചൻകൂട് പട്ടണത്തിൻ്റെ ഒരു കാഴ്ച തന്നെയാണത്. അപ്പോൾ ഇതാ നഞ്ചൻകൂട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുകയാണ്. നിർദ്ദിഷ്ട നിലമ്പൂർ നഞ്ചൻകൂട് റെയിൽപാതയില്ലേ നമ്മുടെ കേരളത്തിൽ നിന്ന്, അത് വരികയാണെങ്കിൽ നേരെ ഈ സ്റ്റേഷനിലേക്കാണ് വരിക. ചാമറാജ് നഗറിലേക്ക് പോവില്ല അത്. അപ്പം ഇവിടുന്ന് നേരെ എളുപ്പത്തിൽ നമുക്ക് വയനാട് വഴി ഒരു കിടിലൻ യാത്ര വരുമോയെന്ന് അറിയത്തില്ല. ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഈ നഞ്ചൻകൂട് പാതേന്റെ ദൂരം വരുന്നത് 236 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഒരു റൂട്ട് വരുന്നത് നിലമ്പൂരിന് ശേഷം കക്കാടംപൊയിൽ, തിരുവമ്പാടി, മേപ്പാടി, കൽപ്പറ്റ, ബത്തേരി, മുത്തങ്ങ, ഗുണ്ടൽപേട്ട വഴി നേരെ നഞ്ചൻകൂട് കയറും. നേരത്തെ മനു പറഞ്ഞില്ലേ, ചാമറാജ് നഗറൊന്നും ഇത് ടച്ച് ചെയ്യുന്നില്ല. അങ്ങനെ ഇതാ ഇവിടുന്ന് വണ്ടി എടുത്തു. അങ്ങനെ ഒരു റൂട്ട് വരുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. നമുക്ക് കേരളത്തിൽ നിന്ന് മൈസൂരിലേക്ക് വളരെ എളുപ്പത്തിലെത്താം. 12:49. ആ ലൈൻ അങ്ങനെ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു സ്റ്റേഷനായി മാറും. നല്ലൊരു തിരക്കേറിയ സ്റ്റേഷൻ. ഇപ്പം തന്നെ നിലവിൽ ഇവിടെ തിരക്കുണ്ട്, അത് വേറെ കാര്യം. നഞ്ചൻകൂട് ടൗൺ. ഇത് വഴിക്ക് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാനായി സാധിക്കുന്നുണ്ട്. ഒരു ലെവൽ ക്രോസിംഗ് ആണ്. ഇതൊരുപാട് ഭാഗത്തേക്കായിട്ടുണ്ട്. ഇത് അങ്ങ് മുന്നിലേക്ക് കൂടുതലും തെങ്ങുകളാണ്. നമ്മൾ കർണാടക, തമിഴ്നാട് ഭാഗമൊക്കെ വഴി യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നല്ല കൃഷിപ്പാടങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും കാണാനായി സാധിക്കുക. ചിന്നഡഗുഡി ഹൊണ്ടി എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. സ്റ്റേഷൻ്റെ പേരൊക്കെ കുറച്ച് വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നിർദ്ദിഷ്ട നിലമ്പൂർ നഞ്ചൻകൂട് പാതയില്ലേ, അതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മൈസൂരിലേക്ക് ഏതാണ്ട് 360 കിലോമീറ്ററോളം ദൂരം നമുക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയേ. പക്ഷെ അതിന് ഒരുപാട് വെല്ലുവിളികളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ റൂട്ട് പറഞ്ഞല്ലോ, അതായത് അത് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, വയനാട് വന്യജീവി സങ്കേതം, അതൊക്കെ വഴിയാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ സർവേ നടക്കുന്നുണ്ട്. ഈ പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടതുകൊണ്ട് അത് വരുമോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നരസാംബുദി എന്നൊരു സ്റ്റേഷനിലാണ് വണ്ടി എത്തിയത്. ഇവിടുന്ന് എടുത്തു. ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ്. ട്രെയിൻ ഇപ്പോൾ കാവാലന്ത എന്നൊരു സ്റ്റേഷനിലെത്തി. ആകെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഇവിടെ. സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ചെറിയ സ്റ്റേഷൻ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ. സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം അവിടെയാണതാ. ആൾക്കാരൊക്കെ ഇറങ്ങി അതുവഴിയാണ് നടന്നു പോകുന്നത്. കോനനൂർ എന്നൊരു
സ്റ്റേഷനാണിത്. എന്ത് ഭംഗിയല്ലേ സ്റ്റേഷൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ കാണാൻ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഭാഗം. ബഡനഗുപ്പെ സ്റ്റേഷൻ. ട്രെയിൻ ഇപ്പോൾ മറിയാല ഗാംഗ്വാടി എന്നൊരു സ്റ്റേഷനിലെത്തിയേ. ഇവിടെ മുഴുവനും തെങ്ങുകളാണ്. ഇതുകൊണ്ടോ തേങ്ങയൊക്കെ നമുക്ക് കാണാം. വളരെ അടുത്ത് തന്നെ. ഇത് പറിച്ചെടുക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ റൂട്ടിലൂടെ വരുമ്പം ഞാൻ ഒരുപാട് ലെവൽ ക്രോസിങ്ങൾ കാണിച്ചില്ലേ. അതായത് ഒരു ഗ്രാമീണ ഭാഗം വഴി തന്നെയാണ് ട്രെയിൻ വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള ചാംറാജ് നഗർ. മൈസൂരുവിൽ നിന്നും 60 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ചാംറാജ് നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 1:30 ഇതാണ് സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ളൊരു സ്റ്റേഷനാണിത്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് നവീകരണമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറേയൊക്കെ കംപ്ലീറ്റ് ആയി. ഞങ്ങളിവിടെ നടന്നെത്തിയപ്പോഴത്തേക്കും ലോക്കമൊക്കെ അങ്ങ് പോയിട്ടാ. ഇനിയിപ്പോൾ ഇത് തന്നെയാണ് തിരുപ്പതി എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. ലൈൻ അവസാനിക്കുന്നത് അങ്ങ് അവിടെയാണ്. ഇതാണ് ട്രാക്ക് അവസാനിക്കുന്ന ഭാഗം. അവിടെ തന്നെയാണ് അതിനിപ്പോൾ വരിക. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഒരു WDP 4D ഒക്കെ ആയിരുന്നല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും ഈ നമ്മുടെ ഈ ട്രെയിനില്ലേ അതിൻ്റെ മറ്റൊരു റേക്കുണ്ട്. ചാംറാജ് നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയ സ്റ്റേഷൻ്റെ പേരൊക്കെ ഇവിടെയാണ്. ഇനി നേരെ ടൗൺ ഭാഗത്തേക്കുള്ള വഴി ഇതിലൂടെയാണ്. ഇവിടെ ആകെ ഇപ്പം വലിയ മരങ്ങളായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ മരങ്ങളുണ്ടായിരുന്നു. ഇപ്പം സ്റ്റേഷൻ്റെ ആ ഒരു മുൻഭാഗത്തെ കാഴ്ചയാണ്. എന്താണ് പ്രത്യേകിച്ച് പെട്ടെന്ന് വന്നപ്പോൾ തോന്നുന്ന ഒരു മാറ്റം? ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. അതിനെ കാണാത്തതുകൊണ്ട്, കാരണം വെച്ചാൽ കഴിഞ്ഞ 2 വർഷം മുന്നേ വന്ന സമയത്ത് അത് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് എന്തായാലും മുറിക്കുന്നു. ഇത്തവണ വന്നത്തേക്കും അത് കാണുന്നില്ല. സ്റ്റേഷൻ ഇവിടെ കുറേയേറെ സ്ഥലമുണ്ട്. പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ ചെറിയൊരു ഗാർഡനൊക്കെ ആക്കുന്നൊരു പരിപാടിയിലാണ്. സ്റ്റേഷൻ്റെ മുഴുവനായിട്ടുള്ളൊരു കാഴ്ച ഇതാ ഇങ്ങനെയാണ്. പിന്നെ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് കവുങ്ങുകൾ അത്ര നമുക്ക് കാണാം. കവുങ്ങുണ്ട്, തെങ്ങുമുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് നേരെ നടക്കുകയാണ്. ഞങ്ങൾ അധികമൊന്നും പോകുന്നില്ല. നമുക്ക് അവിടെ ഒരു മെയിൻ റോഡുണ്ട്, അവിടെ വരെ പോവാം. സ്റ്റേഷനിലേക്കുള്ള പുതിയൊരു കവാടമൊക്കെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വളരെ കുറച്ച് ട്രെയിൻ സർവീസുകൾ മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട വണ്ടി ചാംറാജ് നഗർ തിരുപ്പതി എക്സ്പ്രസ് തന്നെയാണ്. പിന്നെ ചാംറാജ് നഗർ തുമക്കൂരു പാസഞ്ചർ, പിന്നെ മൈസൂരു പാസഞ്ചർ. അങ്ങനെ വണ്ടികൾ കുറച്ചേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിലുള്ള വികസനം തന്നെയാണ് ഈ സ്റ്റേഷൻ്റെ ഭാഗത്ത് എന്തായാലും വന്നിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനുള്ള ഭാഗത്തുനിന്ന് നേരെ ഈ വഴി അങ്ങ് നടന്നു പോയാലാണ് പ്രധാനപ്പെട്ട റോഡൊക്കെയുള്ള ഭാഗത്തേക്ക് എത്തുക. തെങ്ങാണ് ഇവിടെ മുഴുവനും. ഇതാണ് ആ ഒരു മെയിൻ റോഡ്. ഇവിടെ തന്നെ ഒരു ബോർഡൊക്കെ കാണാം. കോയമ്പത്തൂർ 140, കൊല്ലികലെ 40, BR ഹിൽസ് 48. അതുപോലെ തന്നെ ഊട്ടിയിലേക്ക് ഇവിടുന്ന് 100 കിലോമീറ്ററും ഗുണ്ടൽപേട്ടിലേക്ക് 34, സുൽത്താൻ ബത്തേരിയിലേക്ക് 94 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇതിലൂടെ തന്നെയാണ് മെയിൻ ബസ്സുകളൊക്കെ പോകുന്നത്. KSRTC മൈസൂര് ഭാഗത്തേക്കുള്ള വണ്ടിയാണ്. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു വന്നേ. ഇനിയിപ്പോൾ ഈ ട്രെയിൻ വൈകുന്നേരം 3:50 തിരിച്ചിനി നേരെ ചാംറാജ് നഗർ തിരുപ്പതി എക്സ്പ്രസ് ആയിട്ട് പോവുക. ഇതിൽ തന്നെയാണ് ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് മൈസൂരിലേക്ക് പോകുന്നത്. നേരത്തെ കണ്ട ഒരു ലോക്കോ ഇല്ലേ, അതിവിടെ കപ്പിൾ ചെയ്ത് സെറ്റാക്കി ഓൾറെഡി.
ഞാൻ വണ്ടി പുറപ്പെടുന്ന സമയത്ത് ഇത് ഓൺ ആക്കിക്കോളും. സ്റ്റേഷന്റെ കോഡ് CMNR എന്നാണ്. കന്നഡയിൽ ചാമരാജ നഗര എന്നാണ്. 3 ഭാഷകളിലാണ് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞു 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ ട്രെയിനിലോട്ട് കയറാം. 2025 ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായത് കേട്ടോ. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവിടെ ഒരു വർക്കുകളായിരുന്നു ഉണ്ടായത്. നല്ല കാറ്റാണ് ഇവിടെ. ഇനി നമുക്കെന്തായാലും മുന്നിലത്തെ അൺറിസർവ്ഡിൽ തന്നെ കയറാം. ഞങ്ങൾ ഓൾറെഡി റെയിൽ വൺ വഴി ടിക്കറ്റ് എടുത്തു. മുഴുവനും പരസ്യം തന്നെയാണ്. DK ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയൊക്കെ ഫോട്ടോ ആണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇതിൽ തന്നെ കയറാം. 2025 മുന്നേ തന്നെ ഈ റൂട്ടിലത്തെ വൈദ്യുതീകരണത്തിന്റെ ഏകദേശം പണികളൊക്കെ പൂർത്തിയായതാണ്. നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് മൈസൂർ എയർപോർട്ടിന്റെ ഒരു ഭാഗം കാണിച്ചില്ലേ, അവിടെ 1.4 കിലോമീറ്റർ ഈ ഓവർ ഹെഡ് ലൈനുകളൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എയർപോർട്ട് അതോറിറ്റി ആയിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു റെയിൽവേ. അതുകൊണ്ടാണ് അവിടെ ഡിലേ ആയത്. അങ്ങനെ 2025 ജൂൺ 1 വൈദ്യുതീകരണം മുഴുവൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ട്രെയിനുകൾ ഇതുവഴി ഓടി തുടങ്ങിയത്. ഇനിയിപ്പോൾ ഈ ട്രെയിൻ കയറി നേരെ മൈസൂർ പോകുമല്ലോ. എന്നിട്ട് നല്ലൊരു കിഡിലൻ യാത്രയാണ്. മൺസൂൺ ആണല്ലോ. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ ജോഗ് ഫാൾസ് കാണാനാണ് ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം പോകുന്നത്. അതായത് മൈസൂരു തലുഗുപ്പ എക്സ്പ്രസ്സിൽ വൈകുന്നേരം വണ്ടിയുള്ളൂ, അതായത് രാത്രിക്ക് മാത്രമേ വണ്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.